ദിവസവും വികസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കോഴിക്കോടിനെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. KSRTC ഡബിൾ ഡെക്കർ ബസ്സിനകത്തെ മുകളിലിരുന്ന് ഇനി കാഴ്ചകൾ കാണാം. ഒരു രക്ഷയില്ലാത്ത യാത്രയാണ്. ചരിത്രവും പുതുമയും എല്ലാം നിലനിർത്തുന്ന നമ്മുടെ കോഴിക്കോട് നഗര കാഴ്ചകൾ. ഈ ട്രിപ്പിന്റെ എല്ലാ ഡീറ്റെയിലും പറഞ്ഞു തരാം. അപ്പൊ വിട്ടാലോ? വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ. പതിവ് പോലെ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ നിന്നുമാണ് ഡബിൾ ഡെക്കർ ബസ് സർവീസ് തുടങ്ങുന്നത്. ഇതാണ് നമുക്ക് പോകാനുള്ള ഡബിൾ ഡെക്കർ ബസ്. ഇതിൻ്റെ കളർ പാറ്റേൺ ആയാലും ഡിസൈൻ ആയാലും ഒക്കെ ഒരു രക്ഷയില്ല. കണ്ടാൽ നമ്മൾ എന്തായാലും ഒന്ന് നോക്കി നിന്ന് പോകും. അതേപോലെ തന്നെ ഈ ഒരു ബസ് പോകുന്ന സമയത്തെ അതിൻ്റെ മുകളിലൊന്ന് യാത്ര ചെയ്യണം എന്ന് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും വിചാരിക്കും. നിങ്ങൾ ചിലപ്പം കോഴിക്കോട് പല പ്രാവശ്യം വന്നിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ബസ്സിനകത്ത് ഇരുന്നു കൊണ്ടേ മുകളിൽ ഇരുന്നു കൊണ്ട് കാഴ്ചകൾ കാണുന്നതിൻ്റെ ഒരു ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. എന്തായാലും ഈ ഒരു ബസ് മുൻപോട്ട് പോകുന്ന സമയത്തെ ആ കാഴ്ചയും ഭംഗിയും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ 6 മണിയാവുന്ന സമയത്ത് നമ്മുടെ ബസ് എടുത്തു. ബസ്സുകൾ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന അതേ ഭാഗത്തുകൂടെയാണ് ഈ ഒരു ബസ് താഴോട്ട് ഇറങ്ങുന്നത്. ബസ്സിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടേ ഞാൻ മുൻഭാഗത്ത് പോയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഡ്രൈവറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അവരോട് മറന്നുപോയി. എന്നെ കയറ്റാതെയാണ് പോയിട്ടുള്ളത്. എന്തായാലും പുതിയ സ്റ്റാൻഡ് വരെ ഞാൻ ബസ്സിൻ്റെ പിന്നാലെ ഓടേണ്ടി വന്നു. അങ്ങനെ ബസ്സിനകത്തൊക്കെ ചാടി കയറി. ഇനി മുകളിലത്തെ കാഴ്ചകൾ നല്ല ഭംഗിയായിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ. നമ്മളിപ്പം പോകുന്നത് അരയിടത്ത് പാലം റൂട്ടിലാണ്. ഈ ഒരു പാലത്തിൻ്റെ താഴെ ഭാഗത്തൂടെ പോയിട്ട് മുൻഭാഗത്ത് കാണുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ്. ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. അതായത് സരോവരം പാർക്കില്ലേ, അതിൻ്റെയൊക്കെ റൂട്ടിലാണ് നമ്മളിപ്പം പോകുന്നത്. ഇതേപോലെ മുകളിലിരുന്ന് കാഴ്ചകൾ കാണാൻ നമുക്ക് വേറെ ഓപ്ഷനും കാര്യങ്ങളും ഒന്നുമില്ല. ഈ ഒരു ബസ്സിനകത്ത് കയറിയാൽ മാത്രമേ ഇത്രയും ഹൈറ്റിലിരുന്നു കൊണ്ട് നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റൂ. നമ്മൾ ഡ്രോൺ ഷോട്ടൊക്കെ കാണാറില്ലേ? ഏതൊരു സ്ഥലമായിരുന്നാലും നമ്മൾ ആ ഒരു ഭംഗി ആസ്വദിച്ചു പോകും. അതേപോലെയാണ് മുകളിലിരുന്ന് കാഴ്ചകൾ കാണുന്ന സമയത്ത്. ഇവിടെയാണ് സരോവരം പാർക്കിൻ്റെ എൻട്രൻസ് വരുന്നത്. ഈ ഒരു ട്രിപ്പിൽ മുകളിലത്തെ സീറ്റെല്ലാം ഫില്ലാണ്. എന്തായാലും താഴെ ഭാഗത്തെ കാഴ്ചകളെ ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഇതേപോലെയാണ് സ്റ്റെപ്പുകളൊക്കെ വരുന്നത്. താഴെ ഭാഗത്ത് ആളുകൾ വളരെ കുറവാണ്. എല്ലാ ആളുകളും മുകളിലാണ് ഉള്ളത്. പക്ഷേ ഇവിടെ ഇരുന്നാലും മൊത്തമായിട്ട് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ്. മുൻപിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഡ്രൈവറും അതേപോലെ നമ്മുടെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളും ഉണ്ട്. അങ്ങനെ സരോവരവും കഴിഞ്ഞ് നമ്മൾ എരഞ്ഞിപ്പാലത്ത് നിന്നും തിരിഞ്ഞ് വീണ്ടും ടൗണിലേക്ക് തന്നെയാണ് പോകുന്നത്. നടക്കാവ് ആ റൂട്ടിലാണ് ഇപ്പം പോയിക്കൊണ്ടുള്ളത്. ഇവിടെ മുൻഭാഗത്തും ഇതേപോലെ ഒരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഇതിലെ വേണമെങ്കിലും നമുക്ക് മുകളിലേക്ക് കയറാം. ഇതേപോലെ സ്പീക്കറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സൗണ്ടിൽ പാട്ടും വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് നാട്ടിലൊക്കെ നല്ല മഴയായിരുന്നു. ഇവിടെയാണെങ്കിലും ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട്. മഴ പെയ്യാണെങ്കിൽ എന്തായാലും കൊള്ളേണ്ടി വരും. മഴ കൊണ്ടാലും ഈ ഒരു ഡബിൾ ഡെക്കറിലെ മുകൾ ഭാഗത്തിരുന്ന് യാത്ര ചെയ്യാനൊരു പ്രത്യേക വൈബായിരിക്കും. അതിനൊരു വേറെ മൂഡായിരിക്കും അല്ലേ? പിന്നെ വേറൊരു പ്രധാന സംഭവം മുമ്പിലേക്ക് നമുക്ക് കാണാനുണ്ട്, സൺസെറ്റ്. അതും നമുക്ക് ബീച്ചിൽ വെച്ചുകൊണ്ട് തന്നെ കാണാൻ പറ്റും. പിന്നെ വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പം തുടങ്ങിയിട്ടുള്ള സർവീസാണ്. അതുകൊണ്ട് കാഴ്ചകൾക്കും എല്ലാം ഒരു പുതുമയുണ്ട്. അങ്ങനെ മുൻപോട്ട് വന്ന് നമ്മൾ വീണ്ടും മാവൂർ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിതാ ഇതിൻ്റെ തൊട്ടടുത്ത KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് നമ്മൾ പോയിട്ടുള്ളത്. ഒന്ന് വട്ടം കറങ്ങിയിട്ട് നമ്മൾ ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ മാനാഞ്ചിറയും കടന്ന് അങ്ങനെ അങ്ങ് പോവും. CSI കത്തീഡ്രൽ ചർച്ചാണിത്.
ഞാൻ എന്തായാലും ഈ ഒരു കോഴിക്കോടുകാരനായതുകൊണ്ട് തന്നെ ഈ ഒരു മാനാഞ്ചിറ സ്ക്വയറും നേരത്തെ കണ്ടിട്ടുള്ള ചർച്ചും കാര്യങ്ങളും ഒക്കെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഈ ഒരു ബസ്സിനകത്ത് മുകൾ ഭാഗത്തിരുന്ന് കാണുന്നത് കൊണ്ട് തന്നെ എന്തോ ഒരു ഭംഗി ഇങ്ങനെ കൂടുതലുണ്ട്. എന്തായാലും മാനാഞ്ചിറ സ്ക്വയറിൽ നിന്നും കുറച്ച് മുൻപോട്ട് വന്നിട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ SM സ്ട്രീറ്റിലെ അതൊക്കെ വരുന്നത്. നമ്മളെന്തായാലും ഇവിടുന്ന് നേരെ പോകുന്നത് ഇനി പാളയം റൂട്ടിലാണ്. ഈ ഒരു ബസ് പോകുന്ന റൂട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം. സരോവരം പാർക്ക്, മാനാഞ്ചിറ ബീച്ച്, ആകാശവാണി, ഗാന്ധി പാർക്ക്, പിന്നെ ബട്ട് റോഡ്, അങ്ങനെ തിരിഞ്ഞിട്ട് നമ്മൾ വീണ്ടും KSRTC ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ തിരിച്ചു വരും. ഏകദേശം 1 മണിക്കൂറിനടുത്ത് വരുന്ന ട്രിപ്പാണ്. നമ്മൾ പാളയത്തേക്ക് ഇതാ എത്തിയിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് ഇവിടുത്തെ പഴയ ബസ് സ്റ്റാൻഡ് വരുന്നത്. പിന്നെ മാർക്കറ്റും കാര്യങ്ങളും ഒക്കെ ഇവിടെയാണ്. താഴെ ഭാഗത്ത് കാണുന്ന ആളുകളെല്ലാം ഇതേപോലെ ഇങ്ങനെ നോക്കി നിൽക്കും. ഇതിൻ്റെ മുകളിലിരിക്കുന്ന നമുക്കൊരു അഹങ്കാരമൊക്കെ വരും. നമ്മൾ മുകളിലാണല്ലോ. എന്തായാലും ഇതിൻ്റെ മുകളിലിരുന്ന് യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു വൈബേ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതിനകത്തൊന്ന് യാത്ര ചെയ്യണേ. ഇനി അങ്ങോട്ട് കുറച്ച് പ്രശ്നമാണ്. വേറെ ഒന്നുമല്ല, ഇവിടുന്ന് അങ്ങോട്ട് നല്ല പോലെ മുകളിലൂടെ പോകുന്ന കേബിളുകൾ ഇങ്ങനെ താഴ്ന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സീറ്റിലിരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, കേബിളും കാര്യങ്ങളും ഒന്നും കുടുങ്ങില്ല. പക്ഷേ കുറച്ചും കൂടെ മുൻപോട്ട് പോയിട്ട് കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്, അതിരുന്നാലും നമ്മളെ തലയ്ക്ക് മുട്ടും. ഇത് കണ്ടോ, കേബിള് നിൽക്കുന്നത് അത്രയ്ക്കും താഴ്ന്നിട്ടാണ്. അങ്ങനെ പാളയത്ത് നിന്നും മുൻപോട്ട് വന്നിട്ട് നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്യാണ്. ഇനി നമ്മൾ പോകുന്നത് ബീച്ചിലേക്കാണ്. ഈ ഒരു പാലം കടന്നാലേ നമ്മൾ ബീച്ചിലെത്തും. ശരിക്കും ഈ ഒരു പാലം കയറാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു ട്രിപ്പിൻ്റെ ഒരു വൈബിലേക്ക് എത്തിയത്. എന്തു ഭംഗിയാണെന്നറിയോ. ഈ ഒരു യാത്രയുടെ ഭംഗി കൂട്ടുന്നതേ മുൻഭാഗത്തേക്ക് കാണുന്ന ഒരു സൺസെറ്റാണ്. മുകൾ ഭാഗത്ത് കേബിളുകൾ ഇങ്ങനെ പോകുന്നുണ്ട്, പിന്നെ മരങ്ങളും ഉണ്ട്. ആ കാഴ്ചകളൊക്കെ മുൻപോട്ട് വരുന്നുണ്ട്. ശരിക്കും ചില സ്ഥലങ്ങളിലൊക്കെ എത്തുന്ന സമയത്ത് അഡ്വഞ്ചർ ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ കുറച്ച് അനുഭവങ്ങളും ഇതിനകത്തുണ്ട്. KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇതേപോലെ ഡബിൾ ഡെക്കർ ബസ്സുകൾ ഒരുവിധം എല്ലാ ജില്ലകളിലും ഇപ്പം ആയി വരികയാണ്. നമ്മുടെ കോഴിക്കോട് നഗരക്കാഴ്ചകൾ കാണാനും ഇനി മുതൽ ഈ ഒരു ഡബിൾ ഡെക്കർ ബസ് ഉണ്ടാവും. ഈ ഒരു ബസ്സിനകത്ത് കയറുന്ന എല്ലാ ആളുകളും മുകളിൽ സീറ്റ് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഈ ഒരു ബസ്സിനകത്ത് കയറുന്നത് തന്നെ മുകളിലെ സീറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ബസ്സിൻ്റെ ബുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഓൺലൈനായിട്ടാണ്. അതേപോലെ തന്നെ മുകളിലെ സീറ്റിനാണെങ്കിൽ 200 രൂപയും താഴെ ഭാഗത്താണെങ്കിൽ 100 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. മുകൾ ഭാഗത്ത് 36 സീറ്റും താഴെ 28 സീറ്റുകളും ഉണ്ട്. ഇത് കണ്ടോ, മരം ഇതേപോലെ താഴ്ന്നങ്ങനെ നിൽക്കുകയാണ്. ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ ചിലപ്പോൾ തലയും കൊണ്ടങ്ങ് പോവും. കേബിളൊക്കെ ആവുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ ഒരു ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ സമയം ഞാൻ പറഞ്ഞു തരാം. വൈകുന്നേരം 3 മണി, പിന്നെ 4:30, 6 മണി, 7:30, പിന്നെ ലാസ്റ്റ് ട്രിപ്പ് 9 മണിക്കുമാണ്. അങ്ങനെ 3 മണി മുതൽ രാത്രി 9 മണി വരെ 5 സർവീസാണ് ഈ ഒരു ഡബിൾ ഡെക്കർ ബസ് നടത്തുന്നത്. കോഴിക്കോട് നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ബീച്ചിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കടൽ പാലങ്ങൾ ഇപ്പോൾ നമുക്ക് ബീച്ചിൽ കാണാവുന്നതാണ്. ഇതേപോലെ താഴ്ന്നു കിടക്കുന്ന മരത്തിൻ്റെ ചില്ലയൊക്കെ ഒന്ന് വെട്ടി മാറ്റിയിട്ടേ അതേപോലെ തന്നെ താഴ്ന്നു കിടക്കുന്ന കേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് പൊക്കി കെട്ടിയാലേ നല്ല അടിപൊളിയായിട്ട് ഇതിലെ യാത്ര ചെയ്യാൻ പറ്റും. ഇരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടില്ല. ചില സ്ഥലത്തൊക്കെ മരങ്ങളൊക്കെ വന്ന് തട്ടുമെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ നമ്മളെന്തായാലും ഇതിൻ്റെ മുകളിൽ കയറുന്ന സമയത്തെ എന്തായാലും അറിയാതെ നമ്മൾ എഴുന്നേറ്റ് നിന്ന് പോവും. ബീച്ചിൻ്റെ സൈഡിലെത്തിയപ്പോഴേക്കും ബസ്സിനകത്ത് കണ്ടോ എല്ലാ ആളുകളും നിൽക്കുക എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ നിന്ന് പോവും, അത്രയും ഭംഗിയാണ്.
ഈ വരുന്ന മരമൊക്കെ താഴ്ന്നങ്ങ് നിൽക്കുകയാണ്, കണ്ടോ. അങ്ങനെ കോഴിക്കോട് പ്രധാന ബീച്ചിൻ്റെ സൈഡിലേക്കാണ് നമ്മളിപ്പം എത്തിയിട്ടുള്ളത്. ഈ ഒരു സമയത്തായതുകൊണ്ട് തന്നെ സൺസെറ്റിൻ്റെ സമയമാണ്. ഇവിടെ എത്തിയ സമയത്താണ് ശരിക്കും ബസ്സിനകത്തുള്ള ആളുകളൊക്കെ ഒന്ന് ഓണായത്. അതേപോലെ തന്നെ ഇന്ന് ശനിയാഴ്ചയാണ്, അതുകൊണ്ട് ബീച്ചിൽ അത്യാവശ്യം നല്ല പോലെ ആളുകളുണ്ട്. എന്തായാലും ഈ ഒരു ഡബിൾ ഡെക്കറിൻ്റെ സമയം 3 മണി മുതൽ രാത്രി 9 മണി വരെ ട്രിപ്പുകളുണ്ടെങ്കിലും നമ്മളിപ്പം പോകുന്ന ഈ ഒരു 6 മണിയുടെ ട്രിപ്പാണ് കേട്ടോ ഏറ്റവും നല്ലത്. വേറൊന്നും കൊണ്ടുമല്ല, പകൽ സമയത്തെ കാഴ്ചകളും കാണാം, ഇതേപോലെ സൺസെറ്റും കാണാം, പിന്നെ രാത്രി കോഴിക്കോടിൻ്റെ ഭംഗിയും ആസ്വദിക്കാൻ പറ്റും. തലപോയി അയ്യോ. കൊമ്പോക്ക് ഞാൻ തുടങ്ങിയ കാലുകൾക്ക് പറയാനുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇവിടെ നങ്കൂരമിട്ട കപ്പലുകളുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയും കഥയായിരിക്കും. അവരെ തേടിയെത്തിയ നാവികരുടെയും കഥകളാണ്. ഓരോ തിരമാലയും തീരത്ത് ചുംബിച്ചു മടങ്ങുമ്പോൾ അവ പല ഭാഷകളായി സംസാരിക്കുന്നു. ഈ ഒരു ബീച്ച് റോഡിലൂടെ കുറേ ദൂരം മുൻപോട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ എത്തുന്ന സമയത്തെ അവിടുത്തെ കാഴ്ചകളെക്കുറിച്ചിട്ടും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തായാലും ഇവിടുന്ന് ബസ് തിരിച്ചിട്ട് വീണ്ടും നമ്മൾ ബട്ട് റോഡും കടന്ന് ഗാന്ധി റോഡും കടന്ന് അങ്ങനെ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് തന്നെയാണ് പോകുന്നത്. ആയിരത്തി 1934 മഹാത്മാഗാന്ധി ഇവിടെ സന്ദർശിച്ചതിന് ശേഷം ഈ സ്ഥലത്തിന് ഗാന്ധി റോഡ് എന്ന് പേര് വന്നത്. രാത്രിയിൽ ഈ ഒരു ബസ്സിനകത്ത് പോകുന്ന സമയത്ത് ശരിക്കും ശ്രദ്ധിക്കണം. കേബിളും കാര്യങ്ങളും ഒക്കെ താഴ്ന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ രാത്രി സമയത്ത് കേബിളൊക്കെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ ഫോണേ കേബിളിന് കുടുങ്ങിയിട്ട് താഴെ ഭാഗത്തേക്ക് അങ്ങ് പോയി. അത് വാങ്ങിയിട്ട് വരികയാണ്. ഭാഗ്യം കൊണ്ട് ഫോണിനൊന്നും പറ്റിയിട്ടില്ല. നമ്മുടെ കൈയും കഴുത്തും ഒക്കെ കേബിളിന് കുടുങ്ങുകയാണെങ്കിൽ അപകട സാധ്യതയുണ്ട്. അതുകൊണ്ട് മുകളിൽ കയറുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളറിയാതെ എഴുന്നേറ്റ് നിന്ന് പോവും. പക്ഷേ നല്ല പോലെ ശ്രദ്ധ വേണം. ദിവസവും വികസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കോഴിക്കോട് നഗരത്തിൻ്റെ കാഴ്ചകളെ മുകൾ ഭാഗത്തിരുന്ന് കാണാൻ ഈ ഒരു ബസ്സിനകത്ത് പോയാലും മാത്രമേ നിങ്ങൾക്ക് പറ്റൂ. ഇതിനകത്ത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്യണം. ഇത് ഇലക്ട്രിക് ബസ്സായതുകൊണ്ട് തന്നെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ യാത്രയും അടിപൊളിയാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, മുകൾ ഭാഗത്ത് കയറിയിരിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, അത്രയും ഭംഗിയായിട്ട് കോഴിക്കോട് നഗര കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു ബസ്സാണിത്. എല്ലാ മാന്യയാത്രക്കാർക്കും കോഴിക്കോട് ഡിപ്പോയുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതേപോലെ തന്നെ മുകളിലെ ഏറ്റവും മുൻഭാഗത്തെ സീറ്റുകൾ തിരഞ്ഞെടുക്കുന്നതിലും നല്ലത് ബാക്ക് ഭാഗത്തെ സീറ്റുകൾ തിരഞ്ഞെടുക്കുന്നതാണ്. അങ്ങനെയാവുന്ന സമയത്ത് വൈഡായിട്ട് നമുക്ക് കാഴ്ചകൾ അങ്ങനെ കാണാൻ പറ്റും. ഇനി നിങ്ങൾ കോഴിക്കോട് വരുന്ന സമയത്ത് നഗര കാഴ്ചകളെ ഈ ഒരു ഡബിൾ ഡെക്കർ ബസ്സിനകത്ത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.